ദൈവം യോശുവായോട് പറഞ്ഞ വാക്കാണ്, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും. ഇവിടെ വാഗ്ദത്തം ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല എന്നാണ്. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ യോർദാൻ നദിക്ക് യോശുവായുടെ മുന്നിൽ നിൽപ്പാൻ കഴിഞ്ഞില്ല, അത് അവൻ്റെ മുമ്പിൽ നിന്ന് പിൻവാങ്ങി. 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ എരിഹോം എന്ന മതിലിന് യോശുവായുടെ നേരെ നിൽപ്പാൻ കഴിഞ്ഞില്ല, ജനം ആർത്തട്ടപ്പോൾ അതും അവൻ്റെ മുമ്പിൽ വീണു. 8-ാം അധ്യായത്തിൽ ഹായി പട്ടണത്തിന് അവൻ്റെ നേരെ നിൽപ്പാൻ കഴിഞ്ഞില്ല, അവർ അതിനെ തോൽപ്പിച്ചു. മാത്രമല്ല ഹിത്യർ, അമോന്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, എബൂസ്യർ ഇവർക്കാർക്കും യോശുവായുടെ നേരെ നിൽപ്പാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ ഇസ്രായേലിൽ ചിലർ ഭയപ്പെട്ട അനാക്യമല്ലന്മാർക്ക് പോലും യോശുവായുടെ നേരെ നിൽപ്പാൻ കഴിഞ്ഞില്ല. ദൈവം ഒരു മനുഷ്യനോട് ഒരു വാഗ്ദത്തം ചെയ്താൽ അത് നിവർത്തിപ്പാൻ അവൻ ശക്തനാണ്. ഏത് പ്രതിസന്ധിയിലും ജയിപ്പാൻ അവൻ നമ്മെ പ്രാപ്തനാക്കും. വചനം പറയുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ.